പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ്, ഇദ്ദേഹം ഇപ്പോൾ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ട് രണ്ടാമത്തെ തവണ. ഈ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉത്തർപ്രദേശില് കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ വളരെയധികം കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറ്റവാളികൾക്കെതിരെയുള്ള യോഗി ആദിത്യനാഥിന്റെ കർക്കശമായിട്ടുള്ള നിലപാടുകളും നയങ്ങളും കാരണം നിരവധിയായിട്ടുള്ള കുറ്റവാളികളെയാണ് യോഗി ആദിത്യനാഥ്, കൊടും ക്രിമിനലായിട്ടുള്ള ആളുകളെ പിടികൂടുകയും ജയിലിലടക്കുകയും ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ പിടികൂടുന്ന കൊടും കുറ്റവാളികളുടെ സ്വത്ത് കണ്ടുകെട്ടുകയും അതുപോലെ തന്നെ വീടുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരപ്പാക്കുകയും ചെയ്യുന്നതാണ് യോഗി ആദിത്യനാഥിന്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ കുറ്റകൃത്യങ്ങൾ മുൻപത്തെക്കാളൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് കുറ്റവാളികൾക്കെതിരെ ഇങ്ങനെ കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും അതേ സമയത്ത് വികസനത്തിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരു ഇന്ത്യയിലെ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. പറഞ്ഞു വരുന്നത്, ഒരേ സമയത്ത് കുറ്റവാളികളെ നേരിടുമ്പോഴും അതേ സമയത്ത് തന്നെ വികസനത്തിൽ നിന്നും ഒരടി പിന്നോട്ടുള്ള ചുവട് വെക്കുന്ന രീതി യോഗി ആദിത്യനാഥിന് ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതിന് ഏറ്റവും അവസാനത്തെ രണ്ട് വലിയ ഉദാഹരണങ്ങൾ പറയാം. എന്തൊക്കെയാണ് ആ വലിയ രണ്ട് ഉദാഹരണങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതില് ഒന്നാമത്തെ സംഭവം ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ് നഗറിൽ നിന്നുള്ളതാണ്. അവിടെ ഏതാണ്ട് 59 വർഷമായി പഴക്കമുള്ള അറേബ്യ സിയ ഉലൂം എന്നുള്ള മദ്രസ, ആ മദ്രസ ബുൾഡോസർ ഉപയോഗിച്ച് യോഗി ആദിത്യനാഥ് സർക്കാർ പൊളിച്ചു നീക്കി. അതിനുള്ള കാരണം, ആ മദ്രസ നിർമ്മിച്ചിരുന്നത് പഞ്ചായത്തിന് വേണ്ടിയിട്ട് സർക്കാർ അനുവദിച്ചുള്ള ഗ്രൗണ്ട് ആ കളിക്കളത്തിലാണ് അനധികൃതമായിട്ട് കയ്യേറി മദ്രസ നിർമ്മിച്ചത് എന്നാണ് സർക്കാരിന്റെ വാദം. അതുകൊണ്ട് തന്നെ സർക്കാർ ആ മദ്രസ പൊളിച്ചു നീക്കി. രണ്ടാമത്തെ സംഭവം, ഇന്നലെ ഫുലാത്ത് ഗ്രാമത്തില് ദാറുൽ ഉലൂം റഹീമിയ എന്ന മദ്രസ, ഇതും അനധികൃതമായിട്ട് സ്ഥലം കയ്യേറി നിർമ്മിച്ചതാണ്. ഈ മദ്രസയും ഉത്തർപ്രദേശ് സർക്കാർ പൊളിച്ചു നീക്കി. ഈ രണ്ട് സംഭവങ്ങളും വ്യക്തമാക്കുന്നത്, അനധികൃതമായിട്ട് സർക്കാർ വക സ്ഥലം, പൊതുസ്ഥലം കയ്യേറി നിർമ്മിച്ചിട്ടുള്ള മദ്രസകൾ ഉത്തർപ്രദേശ് സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയെന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് പൗരന്മാർക്ക് ആവശ്യാനുസരണം, ഇഷ്ടാനുസരണം അവർക്ക് മതം മാറും, ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കുവാനുള്ള അനുവാദം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നിർബന്ധിത മതപരിവർത്തനം ഒരു കുറ്റകൃത്യമാണ്. ഈ മദ്രസകളുടെ പേരിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്ന നിലയ്ക്കുള്ള കേസുകളും നിലവിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മുസാഫർ നഗറിലെ മദ്രസയുടെ നടത്തിപ്പുകാരനെയും അദ്ദേഹത്തിന്റെ മകളെയും ഉത്തർപ്രദേശ് പോലീസ് അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. അതായത് ഈ രണ്ട് സംഭവങ്ങളിലും മദ്രസകളിലെ അനധികൃത നിർമ്മാണം എന്ന് പറയുന്നത് ഗ്രാമസഭകളുടെയോ സർക്കാർ വക ഭൂമിയിലോ ആണ്. ഇത് കൃത്യമായിട്ട് നോട്ടീസ് നൽകി കൃത്യമായ രീതിയിൽ വ്യവസ്ഥകൾ പാലിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ചിട്ട് അത് പൊളിച്ചു നീക്കാനുള്ള നടപടികൾ നടത്തിയത്. അതായത് യോഗി സർക്കാർ ഇവിടെ കൃത്യമായ ഒരു സന്ദേശം നൽകുന്നു. കയ്യേറ്റം, സർക്കാർ ഭൂമി ഏത് വലിയ ഉന്നതൻ കയ്യേറിയാലും, എത്ര പ്രബലമായിട്ടുള്ള പിൻബലം അവർക്കുണ്ടെങ്കിലും, അത് എത്ര വലിയവൻ ചെയ്താലും കൃത്യമായി നടപടി ഉണ്ടാകും. സർക്കാരിന്റെ ഒരു ഭൂമി പോലും നഷ്ടപ്പെടുത്താൻ ഉത്തർപ്രദേശ് സർക്കാർ, യോഗി ആദിത്യനാഥ് സർക്കാർ സമ്മതിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഈ രണ്ട് സ്ഥലങ്ങളിലെ നടപടിയിലൂടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന വ്യക്തമായ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം. നിയമലംഘനങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ കർക്കശമായ നിലപാടുകളും നടപടികളും നിയമ വ്യവഹാരങ്ങളും സ്വീകരിക്കുമ്പോൾ തന്നെ ഉത്തർപ്രദേശിനെ ലോകത്തിന്റെ വികസന ഭൂപടത്തിൽ അടയാളപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾക്കും യോഗി ആദിത്യനാഥ് ഒട്ടും പിന്നിലല്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഉത്തർപ്രദേശ് ജപ്പാൻ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് 2026 എന്ന പരിപാടി. ഈ UP ജപ്പാൻ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് 2026 ഏറ്റവും വലിയ പ്രത്യേകത, വികസനം എന്ന് പറയുന്നത് ജപ്പാൻ സിറ്റിയാണ്. അതായത് ഉത്തർപ്രദേശ് നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനോട് ചേർന്ന് എക്സ്പ്രസ് വേയിൽ, യമുന എക്സ്പ്രസ് വേ അതോറിറ്റിയുടെ 500 ഏക്കർ ഭൂമിയിലാണ് ഈ ജപ്പാൻ സിറ്റി വരാൻ പോകുന്നത്. ജപ്പാനിലെ രണ്ട്
പ്രബലമായ കമ്പനികൾ ചേർന്നിട്ട് ഈ ജപ്പാൻ സിറ്റിയിലേക്ക് 3191 കോടി രൂപയുടെ നിക്ഷേപങ്ങളാണ് നടത്താൻ പോകുന്നത്. എസ്കോട്ട് കുബോട്ട മിൻഡ കോർപ്പറേഷൻ, ഈ രണ്ട് കമ്പനികൾ ചേർന്ന് പ്രാരംഭഘട്ടത്തിൽ ഈ ജപ്പാൻ സിറ്റിക്ക് വേണ്ടിയിട്ട് 3191 കോടി രൂപയാണ് ഉത്തർപ്രദേശിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ വൻകിട പദ്ധതിയിലൂടെ ഉത്തർപ്രദേശിൽ 10,000-ലധികം തൊഴിൽ അവസരങ്ങൾ ഈ ഒറ്റ പദ്ധതിയിൽ നിന്ന് മാത്രം സൃഷ്ടിക്കപ്പെടും എന്നാണ് വിലയിരുത്തുന്നത്. ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടറുകൾ, ഓട്ടോമൊബൈൽസ് ഇങ്ങനെയുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന കമ്പനികളുടെ ഒരു വലിയ ഹബ്ബായിട്ട്, ഇതെല്ലാം തന്നെ ഒരു സ്ഥലത്ത് നിർമ്മിക്കുന്ന ഒരു വലിയ ഹബ്ബായിട്ട് ഈ പ്രദേശം ജപ്പാൻ സിറ്റി മാറും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചുരുക്കത്തിൽ കുറ്റവാളികൾക്കെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും അവരെ ജയിലിലാക്കുകയും അവരുടെ സ്വത്ത് കണ്ടുകെട്ടുകയും അതേപോലെ തന്നെ സർക്കാർ ഭൂമി നഷ്ടപ്പെടുന്നിടത്ത് അത് തിരിച്ചു പിടിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ ഒരു കുതിപ്പേകുകയും അതോടൊപ്പം ആ 10,000-കണക്കിന് തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കുകയും ചെയ്യുന്ന വികസനത്തിനൊരു പുതിയ വലിയ ആകാശം തൊടാനുള്ള ഉത്തർപ്രദേശിന്റെ ശ്രമം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുറ്റവാളികളെ വരച്ച വരയിൽ നിർത്തുകയും അവരെ മര്യാദ പഠിപ്പിക്കുകയും അതോടൊപ്പം സംസ്ഥാനത്തെ ചെറുപ്പക്കാർക്കും യുവതീ യുവാക്കൾക്കും ഒക്കെ തന്നെ അനവധിയായിട്ടുള്ള 10,000-കണക്കിന് തൊഴിലവസരങ്ങൾ പുതുതായി തുറക്കുന്ന വൻകിട നിക്ഷേപ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുകയും കമ്പനികളെ ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് വ്യക്തമായിട്ട് കുറ്റവാളികളെ കൈകാര്യം ചെയ്യാനും അറിയാം, വികസനത്തിലൂടെ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അറിയാം എന്നുള്ള ഒരു കൃത്യമായ സന്ദേശമാണ് ഉത്തർപ്രദേശിൽ നിന്നും യോഗി ആദിത്യനാഥിന്റെ സർക്കാർ നൽകുന്നത്. നമസ്കാരം.